സെലിബ്രിറ്റി കിച്ചൺ മാജിക്. സ്റ്റോപ്പ് ഇറ്റ്. എടോ ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞില്ല. പറയണ്ട. പിന്നെ എന്ത് സംബന്ധം? ബാക്കി ജിഷിൻ പറയും. ബാക്കി ജിഷിനേടം പറയൂ. ഇനി ഞാനിവിടെ ഉണ്ട്. നീ കുറെ നാളായല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മളൊന്ന് ഫ്രഷ് പ്ലോട്ട്. ഞാനൊന്ന് ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് പോവാം. എന്ത് ഇൻട്രഡക്ഷൻ? എന്നാ വേണ്ട. അപ്പൊ എന്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലേക്ക്. ഇനി ഇവരെന്താക്കണെന്നുള്ള എനിക്ക് നിന്നോട് എന്തിനാ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല. മനസ്സിലായില്ല. ഇവിടെ എല്ലാവരും ഓരോ ഗസ്റ്റിനെ കൊണ്ടുവരണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് മനസ്സിലായി. ഉണ്ട്. ആദ്യം അവർ രണ്ടുപേര് ഓരോ ഗസ്റ്റുകളെ കൊണ്ടുവരും. കറക്റ്റ്. അപ്പൊ നമ്മള് എന്താ പറയാ, അവർ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ അവരുടേതായിട്ടുള്ള മേഖലയിൽ വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന അവരുടെ ആൾക്കാരായിരുന്നു. അപ്പം അതിനോട് കിടപിടിക്കുന്ന ആൾക്കാർ തന്നെ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ അതിനുവേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇന്ന 2 കസേരയിൽ അവരായിരിക്കും ഇരിക്കുന്നത്, എനിക്ക് സ്ഥാനമില്ല. അതായത് മറ്റേ ബാഹുബലിയിൽ പറയുന്ന പോലെ ദൈവം നിങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നമ്മളാളെ കൊണ്ടുവരുമ്പം നമ്മൾ തീരുമാനിക്കും ആരൊക്കെ ഇവിടെ കാര്യം. നല്ല ബഹുമാനം വേണം. വെറുതെ ചില വില വന്നിട്ട് അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് ആൻഡ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ബിന്ദു പ്രദീപ്. സുഖമായിട്ടിരിക്കുന്നു. നമ്മള് പിന്നെ എന്താ പറയാ, രണ്ടുപേരെയും നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിരിക്കും അല്ലേ? നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇരിക്കണ്ടേ? നീ ഇരിക്കും വന്ന ഉടനെ തന്നെ നമുക്ക് അവിടെ ഇരിക്കാം. നിങ്ങൾ ഇവിടെ ആസനത്തിലാണ്. കലാമണ്ഡലം സരിക. അല്ല, കലാഭവൻ സരിക ഇവിടെ ഡാൻസ് ഒക്കെ ചെയ്ത് കലാമണ്ഡലം സരികയാക്കും. ഞാനായിരുന്നു ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇരുന്നത്. എന്താണ് എലീനയ്ക്ക് ചോദിക്കാൻ? അല്ല, എന്റെ ചോദ്യം നമ്മുടെ ഷോ കാണാറുണ്ടായിരുന്നോ? ഇനിയിപ്പോ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാണാറുണ്ട്. അത് തെളിഞ്ഞിരിക്കല്ലേ? കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രദീപ് പ്രഭാകറിൽ തുടങ്ങിയാൽ 1990കളുടെ ആരംഭത്തിൽ കേരള സർവകലാശാല പ്രതിഭകളുടെ ഒരു സംഘടന ഉണ്ടാക്കി, ടച്ച് ടാലൻസ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ക്രിയേറ്റീവ് ഹൈറ്റ്സ്. ഞാൻ, മഹേഷ് പഞ്ചു, ജോബി, ഞങ്ങളൊക്കെ കൂടി ആരംഭിച്ച ഒരു സംഘടനയാണ്. അന്ന് പ്രദീപ് പ്രഭാകർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അന്ന് പ്രീ ഡിഗ്രിക്ക് മാർവാനീസ് കോളേജിൽ ചേർന്ന ഒരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട് വയലിൻ വായിപ്പിച്ചാണ് ഞങ്ങളുടെ പ്രോഗ്രാം ആരംഭിച്ചിരുന്നത്. അത് ബാലഭാസ്കറായിരുന്നു. അന്ന് പ്രദീപ് പ്രഭാകർ എത്ര അടി വാങ്ങിച്ചിട്ടുണ്ടെന്നറിയാം. നിങ്ങൾ പറയുന്നത് കാണുന്ന ഈ അശ്വമേധവും പ്രസംഗവും ക്യുസും ഒന്നും അല്ലാതെ അന്ന് ഞങ്ങൾ കോമഡി സ്കിറ്റ് അവതരിപ്പിക്കും. മരിച്ചുപോയ മോനിലാൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. അത് മോനി, ഞാൻ, പ്രദീപ് ഒക്കെ കൂടെ. അപ്പോൾ അതിലൊരു തീവണ്ടി സ്കിറ്റൊക്കെ ചെയ്യുമ്പോൾ പ്രദീപിൻ്റെ മുതുകിൽ അടിക്കണം. അത് നമ്മൾ പരമാവധി മുതലാക്കും. പക്ഷെ അന്നൊരു പ്രഗത്ഭനായൊരു കലാകാരനുണ്ടായിരുന്നു, ഇന്ദ്രകളഭം ചാർത്തി ഉണരും തീരോ, എന്താണ് ചന്ദ്രകളഭം. വളരെ മനോഹരമായി ഫീമെയിൽ വോയിസിൽ പാടുന്ന ഒരു ഉജ്ജ്വല പ്രതിഭയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കിഷോർ എന്നാണ്. അപ്പൊ നീ അത് പാടിയാൽ നമുക്ക് തുടങ്ങാം. അല്ല, അത് പോയി. അതെന്നറിയാം, ത്രൂ ഔട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അതുണ്ട്. അത് കള്ളത്തൊട്ടയാണ്. നമ്മൾ അന്നേ കള്ളമാണല്ലോ. ഫീമെയിൽ ടോൺ അന്നേയല്ല, ഇപ്പോഴും അതെ. തൊണ്ടയിൽ വരെ കള്ളമുണ്ടത് ഇപ്പോഴും. അപ്പൊ പ്രദീപ്, അലീന അവിടെ നിൽക്കട്ടെ, പിന്നെ സരിത അറിയാം, ഇദ്ദേഹത്തെ രഞ്ജുഷയെ അറിയാം, ജിഷിന്റെ ഭാര്യ അശ്വമേധത്തിലൊക്കെ അടിച്ചു പൊളിച്ചതാണ് വനിത. ജിഷിൻ അല്ലാതെ തന്നെ അറിയാം. ജിഷിൻ ഈ നമ്മുടെ ഏറ്റവും വലിയ കലാപ്രവർത്തനം, ഏറ്റവും വലിയ ഒരാളിന് ചെയ്യാൻ പറ്റുന്ന സാംസ്കാരിക പ്രവർത്തനം, കല ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കലാപ്രവർത്തനം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ഡാൻസും പാട്ടും ഒന്നും അല്ല, അതിൻ്റെ പേര് ചിരി എന്നാണ്. ഹൃദയം കൊണ്ട് ചിരിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ കലാകാരൻ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ജിഷിൻ്റെ ചിരിയെപ്പോലെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിഷ്കളങ്കമായ ചിരി അപൂർവത്തിലാണ്.
അങ്ങനെ ചിരിക്കണം, എപ്പോഴും ചിരിക്കണം. തീർച്ചയായും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കൊന്ന് കാണാൻ വേണം. സീരിയസ് ആയിട്ട് ഞാനൊരു കാർഡ് തരാം. അത് കണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ ആ അജന്ത തിയേറ്ററിനടുത്ത് ഡ്യൂറോൺ എന്ന് പറഞ്ഞൊരു തയ്യൽ കടയുണ്ട്, നമ്മുടെ സുഹൃത്താ. അവിടെ കൊണ്ട് കൊടുത്ത ഈ കീറിയതൊക്കെ അയാൾ ഉടുക്കാനൊക്കെ വേണമല്ലോ, നമുക്ക് ഉടുക്കാനൊക്കെ ഇല്ലാതെ വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ കീറിയതല്ല കേസ്, പലരുടെയും മുമ്പിൽ മുട്ടിലിഴഞ്ഞഴഞ്ഞഴഞ്ഞ ഈ പരുവത്തിലായ അപ്സര. അപ്സര എന്ന് പറഞ്ഞ താരമല്ലേ നമ്മളെ. സത്യം പറഞ്ഞാൽ ഇത്രയും അയത്ന ലളിതമായി അപ്സര അഭിനയിക്കുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അപ്സര അറിയാം, ഒരുപാട് പേര് പ്രേക്ഷകർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഉള്ളത് പറഞ്ഞു അതിലൊരു പരദൂഷണവും കുശുമ്പും ഏഷണിയൊക്കെ. ഞാൻ പറഞ്ഞ് അഭിനയിക്കുകയല്ല, മറിച്ച് അപ്സരയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്സര ക്യാമറയുടെ മുമ്പിലും ക്യാമറയുടെ പിമ്പിലും ഒക്കെ ജീവിക്കുകയുള്ളൂ. കിഷോറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഹീസ് എ വണ്ടർഫുൾ ഒറേറ്റർ. കിഷോർ വലിയ സാമൂഹിക കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ്. എൻ്റെ വളരെ 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 വർഷങ്ങളായുള്ള അടുത്ത സുഹൃത്താണ്. നിങ്ങളൊക്കെ വിശ്വസിക്കുമെന്നറിയില്ല, എൻ്റെ ഭാര്യയ്ക്കറിയാം. ഞങ്ങൾ നെയ്യാറ്റിൻകരയ്ക്കപ്പുറത്ത് ഒരു സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യാൻ പോയിട്ട്, ഉത്സവപ്പറമ്പിലെ പ്രോഗ്രാമാണ്. അന്ന് കിട്ടുന്നത് 4 പേർക്ക്, ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ കിട്ടുന്നത് 2000 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2000 രൂപയ്ക്ക് പോകുമ്പോൾ പിന്നെ വണ്ടി വിളിച്ചു. അന്ന് 500-600 രൂപ മതി വണ്ടിക്ക്, പക്ഷേ അതൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി 12 മണിക്ക് തിരിച്ചു വന്നത് ഒരു വൈക്കോ ലോറിയുടെ മുകളിൽ കയറിയാണ് ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ വരുന്നത്. സരിക കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. സരിക അതിനേക്കാൾ ഉപരി സരിക എനിക്ക് തോന്നി കോവിഡിന് തൊട്ട് മുമ്പുള്ള, കോവിഡിൻ്റെ ഔട്ട് ബ്രേക്ക് വരുന്നതിന് മുമ്പുള്ള കൾച്ചറൽ പ്രോഗ്രാം, അവസാനത്തെ പബ്ലിക് കൾച്ചറൽ പ്രോഗ്രാം, പിന്നീട് പൊതുപരിപാടികൾ വേറെ ഒരുപാടുണ്ടെങ്കിലും ആർട്ട് നൈറ്റ് പോലൊരു പ്രോഗ്രാം സരികയും ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു. കണ്ണൂർ തളിപ്പറമ്പ് വെച്ചായിരുന്നു. കോഴിക്കോട് കോഴിക്കോടോ കണ്ണൂർ വെച്ചായിരുന്നു സരിക ഉണ്ടായിരുന്നു. റഹീം പൂവാട്ടുപറമ്പൊക്കെ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം. നല്ല രീതിയിലുണ്ടെന്ന് പറയും. നമ്മൾ ഓർമ്മയും ബോധമില്ല എന്നൊക്കെ നാട്ടുകാർ സ്വയം പറയരുത്. അദ്ദേഹത്തിന് പിന്നെ ഞാൻ പ്രോഗ്രാം ആരംഭിക്കുന്ന കാലം മുതലേ അദ്ദേഹം ആ കാലത്ത് 2000 മുതലേക്ക് ടി വിയിലില്ലേ, അന്ന് മുതലേ ടി വിയിൽ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നേ ബൈച്ചേട്ടൻ. അപ്പൊ എന്തായാലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒരൊറ്റ ചോദ്യം, അല്ല ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ കാര്യം, ഞാൻ ജീവേഷ് എന്ന് പറഞ്ഞൊരു കൊച്ചു എഴുത്തുകാരനെ ഇന്ന് രാവിലെ വായിച്ച ഒരു പുതിയ എഴുത്തുകാരൻ ജീവേഷ്, അയാളുടെ 2 കവിത വായിച്ചപ്പോൾ അതിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ലോകത്തിലെ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും സേഫായ, ഏറ്റവും സുരക്ഷിതത്വം നിറഞ്ഞ, ഏറ്റവും മൃദുവായ ഭക്ഷണം ഏതാണെന്നറിയോ? അയാൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാം കിഷോർ? ഗംഭീരമാണ്, പ്രസംഗിക്കുമ്പോൾ പറയേണ്ടതാണ് ഈ കാലത്ത്. അയാൾ പറഞ്ഞിരിക്കുന്നു, വായുവിനേക്കാൾ മൃദുവായ ഭക്ഷണം മറ്റൊന്നില്ല തന്നെ, തിന്നാൽ കൊല്ലാൻ വരില്ലല്ലോ അതിനാൽ ഒരു സംഖ്യയും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വായു ഒഴിച്ച് മറ്റെന്ത് കഴിച്ചാലും അതിർവരമ്പുകളാൽ മനുഷ്യൻ വേർതിരിക്കപ്പെടുന്ന ഒരു കാലമാണ്. ആഹാരം കഴിക്കുന്നത് കൊണ്ട് ആട്ടിയോടിക്കപ്പെടുകയും മറ്റുള്ളവർ ഒരു ആഹാരം കഴിച്ചാൽ അവൻ അപരനാക്കപ്പെടുകയും അവൻ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആഹാരം കഴിക്കാൻ പ്രേരിപ്പിക്കുക എല്ലാവരെയും. ഞാൻ നന്നായി ആഹാരം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സംസാരിക്കണം. ചേച്ചി ആദ്യമായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്, അപ്പൊ ചേച്ചി അടുത്ത് സംസാരിക്കണം. ചേച്ചി ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ചേട്ടൻ ഓൾറെഡി പറഞ്ഞു പാട്ട് പാടാൻ അറിയില്ല, ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. കുക്കിംഗ് അറിയോ ചേട്ടന്? കുക്കിംഗ് അറിയാം, കുറച്ചൊക്കെ അറിയാം. വീട്ടില് കുക്കിംഗ് തരാറുണ്ടോ? വല്ലപ്പോഴും. ചേച്ചി അസാധ്യമായിട്ട് കുക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഇരുന്ന് നോക്കിയാ വല്ലതും പറയും. ഒന്നാമത് വന്നിരുന്നാല് ഒരുവിധപ്പെട്ട നമുക്കിപ്പോ പേഴ്സണലി ബന്ധം ഉള്ളതുകൊണ്ട് GS ഏതുവരെ പോകും എങ്ങനെയാണെന്നുള്ള നമ്മൾ ഇത്ര കാലങ്ങളായിട്ട് അറിയാം. പക്ഷേ ഒരാള് ഫ്രഷായിട്ട് GSന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ പെട്ടെന്ന് എന്നോട് മറന്നുല്ലേ പരിപാടി ചെയ്തത്, പെട്ടെന്ന് ഖാന എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അവിടെ മാത്രം വളരുന്ന ഒരു പ്രത്യേകതരം ചെടിയുണ്ട്, ക്യൂൻചോ. ആ ചെടി ഉപയോഗിച്ചൊരു തോരനുണ്ട്. കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി. വെള്ളാണിയിലെ കീരയാണെങ്കിൽ കിട്ടും. അതറിഞ്ഞു. ചേച്ചി യൂട്യൂബ് ചാനലിൽ ഫോക്കസ് ചെയ്യുന്നത് ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് ഈ കുക്കിംഗ്, യൂട്യൂബ് ചാനൽ, അതിൻ്റെ ചേട്ടനെ നോക്കണം, ഇങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസും എങ്ങനെ പോകുന്നു?
വീട്ടിലെ കാര്യങ്ങൾ? കുടുംബിനി അല്ലേ? അതെ, കുടുംബിനി. എല്ലാത്തിനും സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ ഒരു കാര്യത്തിൽ ഏറ്റെടുത്താലും നമുക്ക് സമയം ഉണ്ടാകും. ഓക്കെ. നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഒന്നും നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സമയം കിട്ടാൻ ക്ലോക്കിൽ നോക്കിയാൽ മതി, കൃത്യമായിട്ട് കിട്ടും. ഇന്നത്തെ മൊത്തം തഗ്ഗും. ഞാൻ വിചാരിച്ച പോലെ അല്ല, അലീന മിടിക്കുക കേട്ടാ. നേരത്തെ എന്നെ ഒന്ന് ട്വിസ്റ്റ് ആക്കി, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം എപ്പോ എനിക്ക് തിരിച്ച് 50 തിരിച്ച് കിട്ടും എന്നുള്ളത്. അല്ല, അലീന ഒരു പേപ്പർ പേര് എന്തോ അലീന. അത് അവിടെ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറി പോവുകയാണ്. അപ്പോ ഞാൻ അലീന എന്നാണ് പറഞ്ഞത്, എലീന എന്നാണ് പേര്. പലരും അലീന അലീന എന്ന് വിളിക്കാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അലീനയ്ക്ക് ഒരു യവന സുന്ദരിയുടെ പേരാണ് അലീന. സാംബശിവന്റെ അലീനയും അധീനയൊക്കെ കേട്ടിട്ടില്ലല്ലേ? ഞാൻ റഷ്യൻ എലീനയെ പറ്റി കേട്ടിട്ടുള്ളൂ. സാംബശിവനെ കേട്ടിട്ടില്ല. എലീന ഇനി വന്നിട്ടില്ല. ആ എലീന വരും. ഞാൻ പറഞ്ഞോ? നിർത്തിയേർന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്ന വീട്ടില് നേരെ 2 കാല് ചേർത്ത് വെച്ച് നിൽക്കും. നന്നായിട്ട് കണ്ണടയ്ക്കും. കണ്ണ് തുറന്നോ? കണ്ണടയ്ക്കണം. അടച്ചിട്ട് തുറന്നോ? ആ, ഓക്കെ. ശരി, ഇതിലെങ്കിലും തൊട്ടോളൂ. തൊടണോ? ഓക്കെ, ഇനിയും തൊട്ടോ, ഇഷ്ടം പോലെ തൊട്ടോ. ഓക്കെ, 3 എണ്ണം കൂടെ തൊട്ടോ. ഇനി 2 എണ്ണം കൂടെ. വെരി ഗുഡ്. ഒന്നുകൂടെ മിടുക്കി. അപ്പോൾ ഇനിയുള്ളത് ഇത് എന്താന്നുള്ളത് പറയട്ടെ ഞാൻ? അതോ ഇല്ല, നമുക്ക് പറയാം. ഇനി ഇതിൽ തൊട്ടുള്ളൂ. ഏതെങ്കിലും ഒരു 2 എണ്ണോ 3 എണ്ണോ തൊട്ടുള്ളൂ. വലിയ ഇഷ്ടം പോലെ. ഓ ഓ എത്ര വേണം? 2. ഒന്നുകൂടെ തൊട്ടു. ശരി അല്ലേ? ആ. ഇനി ഇതിലൊന്ന് എടുത്തോളൂ. ഇനി ഇതല്ലേ ഉള്ളൂ, അതെടുത്തു അല്ലേ? 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ട് അതിൽ നിന്നൊരു സംഖ്യയിലേക്ക് എത്താൻ എലീനയോട് ആവശ്യപ്പെട്ടപ്പോൾ അലീന അല്ല എലീന ആയതുകൊണ്ട് 8 എലീന എടുത്തത് അല്ലേ? ലാസ്റ്റ് എലീന സെലക്ട് ചെയ്ത നമ്പർ 8. 8 പൊട്ടനില്ലെന്നാ. 8ന്റെ പണി കിട്ടും. 8ന്റെ പണിയൊന്നും എലീനയ്ക്ക് ഞാൻ സത്യം പറയാമല്ലോ, ഈ പ്രോഗ്രാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ മാത്രമൊന്നും കഴിവല്ല, കുക്കിങ്ങിൻ്റെ അല്ല. ഇതിങ്ങനെ സജീവമായി പോകുന്നതിന് പിന്നിൽ ഒരുപാട് മികച്ച പെർഫോമൻസ്, കുറേ മണ്ടത്തരങ്ങളുമായി എലീന ഉണ്ടാക്കുന്ന ഒരു ഷോ എലിമെന്റ് ഉണ്ട്, ഒരു പവർ. അതുകൊണ്ട് അതിന് എലീനയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഓ, എലീന തിരഞ്ഞെടുത്ത എത്രയാ? 8. ഈ സമ്മാനം ഞാൻ എൻ്റെ ഭാര്യ എലീനയ്ക്ക് കൊടുക്കട്ടെ. അയ്യോ, എഴുന്നേറ്റ് കൊടുത്തു. തുറന്നു നോക്കണ്ട. താങ്ക് യു. എന്താണെങ്കിലും കുഴപ്പമില്ല. എലീന തുറന്നു എല്ലാരും കാണിക്കത്. കാണിക്കണോ? ആ, തുറന്നു കാണിച്ചോ. ക്യാമറയിലും കൂടെ കാണിച്ചോളൂ. അയ്യോ, കാണിച്ചോ. അതല്ല. അയ്യോ, അതെന്താന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പണി തന്നു. അവിടെ വെച്ച് എന്റെ അടുത്ത് വെറുതെ എന്നെ നോക്കിയിട്ട് എലീന ഓക്കെ പൊക്കോന്ന് പറഞ്ഞതാ. അയ്യോ, എലീന will select 8 അത് സമ്മാനം എലീനയ്ക്കുള്ള. അയ്യോ, ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം, എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഐ എം ഷിവറിംഗ് ഹിയർ. പക്ഷെ പ്രദീപിന് ഐഡിയ ഉണ്ടായിരുന്നു. എന്നെ വെറുതെ അവിടെ വെച്ച ബാക്കിൽ ഇവിടെ എല്ലാരും കണ്ടിട്ടുണ്ടോ? വെറുതെ എന്റെ അടുത്ത് എലീന ശരി പൊക്കോ. അയ്യോ, മെന്റലിസം പഠിച്ചിട്ടുണ്ടോ? ഞാനോ? ഇടയ്ക്ക് അവളെ എന്റെ അടുത്ത് മെന്റലാണോ ചോദിക്കാം. അതൊരു ഇസോണെന്ന് അറിയില്ല. അല്ല, ഇതൊരു മെന്റലിസത്തിന്റെതാണ്. ഇതെന്താ മാജിക് മെന്റലിസം എന്താ ഇതിന് പറയാ? എലീനയ്ക്ക് മനസ്സിലാകുന്ന മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് മനസ്സിലാക്കണം അത്. അയ്യോ, അത് മനസ്സിലാക്കിയിട്ട് തിരിച്ചെനിക്ക് ഇവർക്ക് പറഞ്ഞു പിന്നെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. എനിക്കറിയണ്ട. ഇല്ല, പറഞ്ഞോ നോക്കട്ടെ. അതായത് എലീന, ഇത് വളരെ ശക്തവും വൈയക്തികമായ ആഴക്കയങ്ങളിലേക്ക് ആണ്ടുമുങ്ങി കൈക്കുടതിയിൽ മാനസിക അപകീർത്തനത്തിന്റെ മുത്തുകൾ വാരി സുചേതസ്സുകളാക്കി മാറ്റിയെടുത്താൽ നിങ്ങളുടെ മനസ്സ് വിചാരിച്ചിരിക്കുന്ന ഒരു സംഖ്യ ഭാവിയിൽ ഏതായിരിക്കുമെന്ന് ഉൾക്കണ്ടുകൊണ്ട് ഖനനം ചെയ്തെടുത്ത് ജീവിതത്തിന്റെ വസന്ത മലർവാടിയിൽ ഇച്ഛാശക്തിയുടെ കാകളിവാടി കർമ്മത്തിന്റെ കാഹളമുതി കടലാസത്തിലേക്ക് അക്ഷരങ്ങളിലൂടെ പതിപ്പിച്ചു വരുമ്പോൾ 8 എന്ന് പറയുന്ന സംഖ്യയ്ക്കുണ്ടാകുന്ന മാസ്മരികമായ ഒരു ഭാവം അത് 2ന്റെ 3-ാം വർഗ്ഗമാണ് എന്നുള്ളത് കൂടി തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാങ്കേതികമായ ഇഫക്റ്റ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്തായാലും കുക്കിംഗ് നമുക്ക് മസ്റ്റാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇടിവെട്ട സാധനം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ കുക്കിങ്ങിൽ നിങ്ങൾ രണ്ടുപേരും പൊളിയല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ? ആ ചിരിയിലെല്ലാം കണ്ടറിയാം നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. പൊതുവെ എന്താ നോൺ വെജ് കഴിക്കാനാണ് ഇഷ്ടം, വെജ് കഴിക്കാനാണ് ഇഷ്ടം? ഞാൻ വെജിറ്റേറിയൻസേ കഴിക്കാറുള്ളൂ.
വെജിറ്റേറിയൻസിനെ കഴിക്കാറുള്ളൂ. വെജിറ്റേറിയൻസിനെ കഴിക്കാറുള്ളൂ. അത് കോഴി, ആട്, ബീഫ്. മനസ്സിലായി, കറക്റ്റ്. അത് തന്നെ, വെജിറ്റേറിയൻസിനെ കഴിക്കാറുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടി ഏത് വെജിറ്റേറിയൻ ആണ് കൊല്ലാൻ പോകുന്നത്? കടുവയും പുലിയൊന്നും കഴിക്കില്ല. കറക്റ്റാ, നല്ല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഏത് വെജിറ്റേറിയനാണ് നമുക്ക് കൊല്ലാൻ പറ്റുന്നത്? നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊല്ലാൻ പോകുന്നത് ആ നന്നാരി. നന്നാരി കൊഞ്ച്. നന്നായിരിക്കും. നന്നാരി കൊഞ്ച് തരില്ല, നല്ല ഒന്നാം തരം കൊഞ്ച. ആ ഡൺ, അടിപൊളി. കൊഞ്ച് കറിയാണോ, റോസ്റ്റ് ആണോ, ഫ്രൈ ആണോ? അത് നമ്മള് ഉണ്ടാക്കി തരും. കൊഞ്ച്, ആ ഇതിന് ആക്ച്വലി ഇതിന്റെ പേര് കൊഞ്ച് പാപ്പുവ ന്യൂഗിനിയ എന്നാണ്. അയ്യോടാ. പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന രാജ്യത്തിൽ മാത്രം ഉണ്ടാക്കുന്ന സവിശേഷമായ ഒരു നേരത്തെ ഒരു ചീര രേസ് പറഞ്ഞില്ലേ, അതെ. അതാണ് പറഞ്ഞത്. അതെ, same same. ഉണ്ടാക്കിയല്ലോ. Please welcome. അങ്ങനെ നമ്മുടെ കിച്ചണിലേക്ക് നമ്മുടെ ഗസ്റ്റുകൾ വന്നിരിക്കുകയാണ്. ചായ സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ? ഇവിടെ ഒരു ഗസ്റ്റിന് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ. ചായ കുടിച്ചു. അത് ചായയും കുടിച്ച് ഇങ്ങനെ കാഷ്വൽ ആയിട്ട് കിച്ചണിലേക്ക് കയറി പോകുന്ന ഒരു അവസരം വരും. പഴയ നാടകങ്ങളിലെ നായകൻ ഇരുന്നു കൊണ്ട് പ്രവേശിക്കുന്നു എന്നൊക്കെ പറയും. അതുപോലെ നമ്മൾ ചായ കുടിച്ചുകൊണ്ട് പ്രവേശിക്കുന്നു. സൂപ്പർ, ഫീൽ ലൈക്ക് ഹോം, അതാണ് ഞങ്ങളുടെ മോട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലെ കിച്ചൺ. ഇവിടെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസും വരുന്ന ഗസ്റ്റുകളും ഒക്കെ കുക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പ്രോൺസ് ആണ് അല്ലേ? പ്രോൺസ് മറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇട്ട് മുളക് പൊടി ഇട്ട് അധികം വെള്ളം ഒഴിക്കാതെ വേവിച്ചത്. അത് അധികം വെള്ളം ഒഴിക്കാതെ, അത് കൊഞ്ചിൽ നിന്ന് വെള്ളം വരും ആദ്യം എടുക്കുമ്പോൾ. കൊഞ്ചിൽ നിന്ന് തന്നെ വെള്ളം ഒരുപാട് വരും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേ. അപ്പം അതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളം തിളച്ച് വെച്ചു. അത് നമ്മളെയൊക്കെ അടച്ചു വെച്ച് വേവിച്ച അങ്ങനെ തന്നെ. വെളുത്തുള്ളി ഉണ്ട്, ലവ് ആപ്പിൾ ഉണ്ട്. ലവ് ആപ്പിൾ ഉണ്ടല്ലോ അല്ലേ? ലവ് ആപ്പിൾ എന്ന് പറയുന്നത് മറ്റേ ടൊമാറ്റോ വന്നു. ടൊമാറ്റോ. ഉപ്പുണ്ട്, നീ പറഞ്ഞതുകൊണ്ട് കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തുടങ്ങിയാലോ? ആരെ കുക്ക് ചെയ്യാൻ പോകുന്നേ? ഞാൻ തന്നെ. ഓഹ് വണ്ടർഫുൾ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അടുത്ത വർഷം 25 വർഷം തികയാണ്. 25 വർഷത്തേക്കാണ്. അതുകൊണ്ട് ഇതിന് ഒരു ദ്രവീഡിയൻ പേരിടാൻ പോവുകയാണ്. ഇതിന്റെ പേര് കാതൽ കൊഞ്ച്. ഓ സോ ക്യൂട്ട്, കാതൽ കൊഞ്ച്. കൊള്ളാം. വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് കാതൽ കൊഞ്ചാണ് രണ്ടുപേരും ഉണ്ടാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ പഠിപ്പിച്ചു തന്നതുപോലെ ചെയ്താണ്. ഓ, അപ്പൊ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്യണ്ട അല്ലേ? ആദ്യം സാധാരണ നമുക്ക് അറിയാവുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ച് അപ്പൊ തന്നെ കടുക് പൊട്ടിക്കുക, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി ഇങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ കൊഞ്ചാണ് ആദ്യമേ എണ്ണയിലേക്ക് ഇട്ടേക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ആവണോ ഇത്? അതാണ്, അതായത് കാതൽ കൊഞ്ചെന്ന് പറയുമ്പോൾ അധികം ഡ്രൈ ആകാൻ പാടില്ല, എന്നാൽ ഒരു മിഴിമിഴിപ്പ് വേണം. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല. എപ്പോ വേണോ ഊരി പോകാൻ പറ്റണം. ബാക്കിയുള്ളവർ കാതൽ കൊഞ്ചാണ്. കാതൽ കൊഞ്ച്. മണം വരണുണ്ട് കേട്ടോ, ഗംഭീരമായിട്ട്. ഗ്രാൻഡ് മാസ്റ്ററിന്റെ ഇമേജ് ഫുള്ള് പൊളിച്ചെടുക്കുവോ? ഇല്ലല്ല. ഉപ്പ് ഇട്ടായിരുന്നോ? ഉപ്പ് നോക്കണോ? നോക്കാം. ഉപ്പുണ്ട്. അല്പം കൂടുതലാണോ ഉപ്പ്? അല്ല, അതായത് പഞ്ചസാര കൂടെ ഇടുമ്പോൾ ശരിയാവും. ഈ മനുഷ്യൻ വേറൊരു വലിയ നമ്മള് മാത്രം ഇവിടെ നിന്നാലേ ബാക്കിയുള്ളവർ നമ്മളെ കൊല്ലും. ആരാ പാചകത്തിന്റെ ദൈവം? അക്കോർഡിംഗ് ടു ഹിന്ദു മിഥോളജി, ഹു ഇസ് നളനൻ. അയ്യോ എന്താ എനിക്ക് പറയാറില്ല. ആരാ ഓർമ്മശക്തിയുടെ ദൈവം? ജിഎസ് പ്രദീപ്. According to Hindu mythology, who is treated as the god of memory power? ആരാ? പറയുന്ന ആളിന് അപ്പ സമ്മാനോ കാശോടെ പൈസോടെ. ക്രിസ്ത്യാനികൾ അങ്ങനെയാണെങ്കിൽ ഞാൻ യേശു ക്രിസ്തു എന്ന് പറയാം. സരസ്വതി, ഗോഡസ് ഓഫ് ഗോഡ് ഓഫ് മെമ്മറി. കാളയൻ. എനിക്ക് അറിയത്തില്ല. മോളെ കാളിയൻ എന്ന് പറഞ്ഞ
ഞാൻ ഈ കടുത്ത മതവിശ്വാസി അല്ലാന്നേ ഉള്ളൂ. എനിക്ക് അതിനെ ഗ്രന്ഥങ്ങളിൽ പറ്റി വളരെ അറിയത്തുമില്ല. താല്പര്യമുള്ള ഒരാളാണ്. വലിയ ഇഷ്ടമാണ് എനിക്ക് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും. കാളിയൻ എന്ന് പറഞ്ഞാൽ കാളിന്തി നദിയിൽ വന്ന സർപ്പമാണ് കാളിയൻ. ആരാണ് ഹൂ ഇസ് കൺസിഡേർഡ് as the god of memory power എന്ന് ഞങ്ങളുടെ പറയുന്ന സംസ്കാരത്തിൽ ആളിന് കളിച്ചു. അപ്പൊ cash award ആണ്. 1001 രൂപ. ആർക്കെങ്കിലും അറിയോ? ആര്യദേവൻ. എനിക്ക് മനസ്സിലാവുന്നില്ല അത്. ഒരു ക്ലൂ, ഓപ്ഷൻസ്. ഒരു ക്ലൂ കുതിരയാണ് മുഖം. കുതിരയുടെ മുഖമാണ്. എനിക്ക് ഹനുമാനം വരും. അശ്വമുഖനാണ്. അയ്യപ്പൻ. അയ്യപ്പന് കുതിര. അശ്വവാഹനൻ. അശ്വമുഖൻ. ഹയഗ്രീവ, ലോർഡ് ഹയഗ്രീവ. എനിക്ക് ഒരു അറിവ്. ഹയഗ്രീവൻ എന്ന് പറയുന്ന ദൈവമാണ് ഓർമ്മശക്തിയുടെ ദൈവമായി ഹിന്ദു പുരാണം കണക്കുകൂട്ടുന്നത്. ഹയഗ്രീവ മന്ത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ആ മന്ത്രം? ചുമ്മാ അത് എനിക്കറിയില്ല. ഞാൻ നെല്ലിക്ക തിന്നാൽ ഓർമ്മശക്തി കൂടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് അങ്ങനെ നെല്ലിക്ക കഴിച്ചിട്ട് ഞാൻ നെല്ലിക്ക കഴിക്കാറുണ്ട്. അടുത്ത ഉള്ളി വഴറ്റുകയാണ്. ഉള്ളി വഴറ്റുമ്പോഴാണ് ഒരു നുള്ളു പഞ്ചസാര ഇടുന്നത്. ഉള്ളി വഴറ്റുമ്പോൾ ഒരു നുള്ളു പഞ്ചസാര. ഉള്ളി വഴറ്റുമ്പോൾ ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് വഴറ്റണം. അമ്മേ എൻ്റെ അടുത്ത് രണ്ട് ചോദ്യം വേണം, ചോദിക്കൂ. ഉത്തരം ഞാൻ പറഞ്ഞോളാം. ശരി. എൻ്റെ അടുത്ത് ചോദിച്ചു. അയ്യമ്മ. ഒരെണ്ണം. ഇന്ത്യൻ എടുത്തോ. ഒരെണ്ണം അപ്സര എടുത്തോ. എടുത്തോ. പിന്നെ മാറി എൻ്റെ അടുത്താണ് എടുത്തോ. മാറി കിഷോറിൻ്റെ അടുത്താണ്. അപ്സരയല്ലേ നമ്മുടെ സ്വന്തം അപ്സര. ഈ പ്രോൺസിൽ എന്തൊക്കെ ചേർത്ത? മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. അത്രയേ ഉള്ളൂ. ഇനി ആ മസാല കൂടെ ഇതിൽ മിക്സ് ചെയ്യും. കുറെ സാധനങ്ങൾ. ടൊമാറ്റോടെ വരുമ്പോഴാണ് അതിന്റെ ഒരു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഉണ്ടാക്കാൻ ഇത്രയും വേണ്ടി വരും? പകുതി മാറ്റണോ? അതാണ് അളിയന്റെ പറഞ്ഞത്. കൊടുക്കരുത്. ഇത് കന്നിനെ കയം കാണിക്കും പോലെയാണ്. ഒരു സാധനം കൊടുത്തിട്ടില്ല, ഇത് എടുത്തോട്ട് പോകും. വീട്ടിലും അങ്ങനെയാണ്. അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നന്ദിയോട് വട്ടപ്പങ്കാട് എന്ന് പറയുന്ന സ്ഥലം. കാലങ്കാവ്. അവിടുത്തെ ഗ്രാമപ്രതിഷ്ഠയല്ല, ഗ്രാമത്തിൽ. എനിക്ക് അപ്സരയെ കാണുമ്പോഴൊക്കെ നമ്മുടെ മറ്റേ അങ്ങേരെ ഓർമ്മ വരും. നമ്മളൊരു ദിവസം ഓലത്താന്നിയിൽ ഒരാളിനെ കണ്ടപ്പോഴേ അങ്ങേരെ അന്ന് നമ്മളോട് പറഞ്ഞ കാര്യം ഓർമ്മേണ്ട? വിഷമത്തോടെ പറഞ്ഞത്. അല്ല, അതിവിടെ പറയാൻ പറ്റുമോ? പിന്നെ അത് പറയണ്ടേ? എനിക്ക് ഇത്ര മാത്രം അറിഞ്ഞ നല്ല ആളാണോ? അല്ല, അയാൾ പറഞ്ഞ കാര്യം ഇതാണ്. അയാൾ ഒരു ഉത്സവത്തിന് പോയ കാര്യം പറഞ്ഞാണ്. നെയ്യാറ്റിൻകരയൊക്കെ എടുത്ത് ഓലത്താന്നിയില്. പക്ഷെ അത് ഭയങ്കര ഓർമ്മയായിരുന്നു അല്ലേ? അയാൾ ഓലത്താന്നി ചന്തയില്ലേ, മാർക്കറ്റ്. അതിന്റെ മുകളിൽ ഒരു അമ്പലം ഉണ്ടല്ലോ, അവിടെ ഉത്സവം, ഭയങ്കര ഉത്സവം. 26 വെച്ച് കെട്ടിയിരിക്കണം. വാഴത്ര ലൈറ്റ് നിറയെ സീരിയലുണ്ട്. അമ്മയാണ് തന്നെ. ഞാൻ നോക്കിയപ്പോ ഒരു സൈക്കിളിൽ വെച്ചിട്ട് വിളിച്ചോണ്ട് പോകണം, പാലൈശേ. ഞാൻ നനച്ചേ ഒരു പാലൈശ് വാങ്ങി ചിലിയിൽ വെക്കാം, പാല് വീട്ടിൽ കൊണ്ട് എനിക്കും കൊടുക്കാം, കൈസ് കൊച്ചിന് ചൂപ്പാൻ കൊടുക്കാന്ന്. ഒരു പാലൈശ് വാങ്ങി ചിലിയിൽ വെച്ച് ഭയങ്കര തേരിയായിരുന്നു. കയറിയപ്പോ മുണ്ടിന്റെ മടുവാവുന്നു പോയി. എന്തൊരു പറയാന്തോ. നോക്കിയപ്പോ പാലും ഇല്ല, ഐസും ഇല്ല, ഒരു ഇരിക്കല് മാത്രമുണ്ട്. എന്തൊരു മറിവായോ എന്തോ. അച്ഛൻ അമ്മയുടെ തന്നെ. രക്തങ്ങളൊക്കെ ഊറട്ടെ, തൈലത്തെ വെള്ളങ്ങളൊക്കെ നേരല്ല, രക്തങ്ങളൊക്കെ ഊറട്ടെന്നാണ് പറഞ്ഞത്. ഇവരെ നന്ദിയോട് ചന്തയല്ലേ? ഇത് തന്നെ പറയണം. നന്ദിയോട് ചന്തയിൽ ഇവിടെ മലക്കറി വയ്ക്കുന്ന ചേച്ചിയുടെ പേര് പറഞ്ഞോളൂ. അയ്യോ പറയാണ്ട് മര്യാദക്ക്. ഗോമതി, നീ ഇന്നാൾ പറഞ്ഞതാ അല്ലേ? കഴിഞ്ഞ ആഴ്ച അവരടുത്ത് പോയി ചേച്ചി പറഞ്ഞിട്ട് കൊഴിയാള വാങ്ങിച്ചപ്പോഴത്തേക്കും കുറവൊന്നും പറഞ്ഞ് അടികൂടി വാങ്ങിച്ചോണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞോളൂ. അയ്യോ, നന്ദിയോട് ചന്തയോ? മാർക്കറ്റ് ഇല്ല, എന്റെ നാട്ടുകാരെ ആരും അത് പറയൂല. ഞാൻ അവിടുത്തെ മാർക്കറ്റിലും കട കമ്പോളങ്ങളിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ടൊമാറ്റോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് കോൾഡ് ലവ് ആപ്പിൾ. ഓക്സാലിക് ആസിഡ് നിറയുള്ളതാണ്. ഇതിൽ നിന്ന് കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയുന്ന സംഗതി രൂപം വരുമ്പോഴാണ് കിഡ്നി സ്റ്റോൺ ചിലർക്കുണ്ടാകും. അങ്ങനെ ഒരു സ്റ്റോൺ ഉണ്ടായപ്പോഴാണ് പണ്ട് കിഷോർ ആശുപത്രി കിടന്നത് കത്തി ട്രേസ് അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ നോൺ വെജ് സാധനങ്ങളൊക്കെ സൂപ്പറായിട്ട് ഇപ്പൊ കഴിച്ചപ്പോൾ മനസ്സിലായി, അതിനെ കുറിച്ച് പറയുകയും ചെയ്തു. നമ്മളിവിടെ നമ്മൾ 8 പേരിൽ 7 പേരും എല്ലാ ഫുഡും കഴിക്കുന്ന ആൾക്കാരാണ്. എന്റെ ഭാര്യ പച്ചമുളക് അവളെ കൂടെ നിർത്തി കൊണ്ടുവരാമല്ലോ. രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി 12 മണിയുണ്ട് 10-12 കറികൾ, 2 തരം പായസവും കൂട്ടി നല്ല 1-ാം തരം സദ്യ ഉണ്ടാകും എല്ലാ ദിവസവും. അല്ല, എല്ലാ വിശേഷ ദിവസങ്ങളും. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം ഇവൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന ജോലിയുണ്ട്. രാത്രി ആയി കഴിയുമ്പോൾ എവിടെ ക്ലാസ് ആയിരുന്നൊക്കെ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് കുട്ടിക്കാലം മുതൽ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം പായസമാണ്.
പായസം വയ്ക്കണം. രാത്രി പായസം ഉണ്ടാക്കി തരാൻ പറ്റും. രാത്രി 12:30 മണിക്ക്. രാത്രി 12:30 മണിക്ക്. എന്ത് പായസമാണോ? അങ്ങനെ അരിപ്പായസം. ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം കടലയാണെന്ന് തോന്നുന്നു. പക്ഷേ അരിപ്പായസമാണ് നൊസ്റ്റാൾജിയ. ഞാൻ സ്കൂളിലൊക്കെ കുട്ടിക്കാലത്ത് അച്ഛൻ രാത്രി അരിപ്പായസം. അപ്പൊ നേരത്തെ അളിയൻ പറഞ്ഞു ഫീമെയിൽ വോയിസ് ഒക്കെ അടഞ്ഞു. ഫീമെയിൽ വോയിസ് ഉണ്ട്, മെയിൽ വോയിസ് പാടി. ഫീമെയിലിനെ അടുത്ത് നിർത്തിക്കൊണ്ട് മെയിൽ വോയിസ്. ചന്ദ്രകളപ്പം മതി തന്നെ പാടാം. ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ, വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. പ്രേക്ഷകരെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേട്ടനെയും കൊഞ്ചിനെയും നമ്മൾ അവിടെ സുരക്ഷിതമാക്കി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒന്ന് ഇനി കുറച്ചു നേരം കൊഞ്ചാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതല്ല ചേച്ചി, ഞങ്ങൾക്ക് ഇനി ചേച്ചിയുടെ ഡാൻസ് ആണ് കാണേണ്ടത്. അടിപൊളി പെർഫോമൻസ് ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, സത്യം പറയട്ടെ ചേച്ചി, നമ്മുടെ ഇവിടുത്തെ ഡാൻസേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന 4 തെരുമണികളാണ്. ഇവരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ റിഹേഴ്സൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാ റിഹേഴ്സൽ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളിരിക്കും. പക്ഷെ ചേച്ചി ഇവിടെ ചെയ്ത് ഇപ്പോഴും അത് നമ്മൾ സഡൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. സ്പോട്ടിൽ ചേച്ചി ചെയ്ത് എന്താ പറയേണ്ടത് എനിക്കറിയാം. ഞാൻ വലിയ ഡാൻസർ ആണ്, പക്ഷെ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് ആ പാട്ടിനോടും തോന്നി, ചേച്ചിയോട് കൂടുതൽ സ്നേഹം തോന്നുക ചെയ്തു. അത്രയ്ക്കും വണ്ടർഫുൾ ആയിരുന്നു. ഇനി എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ അറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരല്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞെങ്കിൽ ഈ ഡാൻസിനെ കുറിച്ച് ഒരു പിടുത്തമില്ല, ഒരു അറിവില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ഈ പാട്ട് ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. പക്ഷെ ആ പാട്ടിനെ അതിന്റെ ഓരോ വരികളെയും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആദ്യത്തെ പാട്ടിന്റെ ലിറിക്സ് എന്ന് ചേച്ചി ഇങ്ങനെ ഇരുന്നേ, ആ പാട്ടിന്റെ ആ ഫേസ് മാറി. അല്ല സത്യം പറയാം, എനിക്കും ഒരു ഡാൻസ് പഠിക്കണം തോന്നിപ്പോയി. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഞങ്ങള് ഇവിടെ അത്യാവശ്യം ഇവരൊക്കെ കണ്ടിപ്പൊടിയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ചേച്ചി പഠിപ്പിച്ചിട്ട് ഒരു 2 വരി കളിക്കണം ആഗ്രഹം. അല്ല പ്രത്യേകിച്ച് എനിക്ക് അപ്സരിക്കും. കാരണം ഞങ്ങൾ ഇതുവരെ ഒരു ഡാൻസ് ഭയങ്കര ആഗ്രഹമാണ്. സരിതയൊക്കെ ക്ലാസിക്കൽ പഠിച്ച ആൾക്കാരാണ്. ഗാനഭൂഷണമാണ് രഞ്ജുഷ. പാട്ടില്ലെങ്കിലും സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിച്ചാലും അങ്ങനെ പാട്ട് വേണം. അപ്പൊ ഞങ്ങള് പഠിപ്പിക്കില്ലേ? പിന്നെന്താ പഠിപ്പിക്കാം? ഏത് പാട്ടാ വേണ്ടേ? നമുക്ക് മാർഗഴി തിങ്കൾ. എടുക്കുമ്പോ ഇത്തിരി ഹൈ എൻഡ് ആയിക്കോട്ടെ. ഞങ്ങൾ പുതിയ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ ശരി ചെയ്യാം. മാർഗഴി തിങ്കളല്ലവാ, മതിൽ കൊഞ്ചും നാളല്ലവാ, ഇത് കിട്ടിയോ? അയ്യോ ഇല്ല, മറ്റേ ചന്ദ്രനെ വരച്ചു. അത് കഴിഞ്ഞ് നോക്കി ചിരിച്ചു. ഇത് ഒരു സ്റ്റെപ്പ് വെച്ചു, ചിരിച്ചു, അങ്ങോട്ട് നോക്കി. ഓക്കെ, അത് കഴിഞ്ഞടുത്ത് ഇതിനാണ് ഇത് കണ്ണൻ വരും. അയ്യോ വന്നിട്ട് എന്റെ കാല് എങ്ങനെ കറക്കി ബാക്കി കണ്ണൻ വരും. അതൊക്കെ ഇത് തന്നെ. അടിപൊളി.
മാർഗഴി തിങ്കളല്ലവാ മതിൽ കൊഞ്ചും നാളല്ലവാ ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ. അവര് വേറെ സ്റ്റെപ്പ് കിട്ടും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. സൂപ്പർ സൂപ്പർ നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഡാൻസ് പഠിക്കണം. ഇനി അടുത്ത എന്താന്ന് വെച്ചാല് നമുക്ക് വേണ്ടി നമുക്ക് രണ്ടുപേരും പഠിക്കണോ? ഹലോ 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 ഞങ്ങൾക്ക് രണ്ട് നിങ്ങൾ അതെ ഇനി ഡപ്പാങ്കുത്ത് കളിക്കോ? നിങ്ങൾക്ക് എന്ത് ക്ലാസിക്കൽ ഇത് അങ്ങനെ കളിക്കാനൊന്നും പറ്റുന്നതല്ല. പഴങ്ങണം. നിങ്ങൾ തമാശ കളിക്ക് കേൾക്കുന്ന ഇതല്ല ഇത്. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗാനം. ഹലോ ഹലോ ആദ്യം എനിക്ക് പറയാനുള്ളത് ആദ്യം രഞ്ജിഷ പഠിപ്പിക്കുന്ന ഡാൻസ് മര്യാദയ്ക്ക് പഠിക്കും. വേറൊരു കാര്യം നിങ്ങൾ ആരും മറക്കരുത്. പാവം ഒരു കുഞ്ഞു കൊച്ചും കൊഞ്ചും അവിടെ നിപ്പുണ്ട്. അതല്ല അങ്ങോട്ട് പോവാം. ഡാൻസ് കൊഞ്ചൊക്കെ മറന്നു. അല്ല എന്നാലും രണ്ട് ഒരു സ്റ്റെപ്പ് പഠിക്കണം. ഞങ്ങൾ കൈയൊക്കെ പിരിച്ചു വെച്ച അതിൽ ഏറ്റവും ലാസ്റ്റ് ആ കാല് താഴെ ബാക്കിലോട്ട് ഒരു കാല് ബാക്കിലോട്ട് എന്നിട്ട് നിങ്ങൾ കൈ നീട്ടാൻ പറ്റും നീട്ടിക്കോ മാക്സിമം. ഓക്കെ അത് 3 സ്വസ്തി. അത് കഴിഞ്ഞിട്ട് സൂര്യനും ചന്ദ്രനും. സൂര്യൻ മേലെ റൈറ്റ് ലെഫ്റ്റ് ചന്ദ്രൻ. ഇരിപ്പിടമാകുമെൻ ആ രാമസാമ്രാജ്യം രാമൻ സാമ്രാജ്യം ഈഗയാ തൃപ്പത. ആ അതെ പ്രതിഭേട്ടാ. ടീച്ചറെ ഞാന് ആദ്യമേ കേളങ്ങാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നെ കൊണ്ട് ഈ പരിപാടി പറ്റൂല. എനിക്കത് നശിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പൊ അവര് നമ്മളത് കളിക്കട്ടെ. കണ്ട എന്തൊരു വലിയ ആഗ്രഹമാണ്. അതെ നല്ല അല്ല ഇതൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് കേട്ടോ. പക്ഷെ വൈചേട്ടന് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. വൈചേട്ടൻ വഴങ്ങും. ആ നോക്ക്. ഓക്കെ ഇപ്പൊ വഴറ്റി കൊടുക്കുന്നതാണ്. അതെ അതിങ്ങനെ അയ്യോ ഭയങ്കര സന്തോഷമായിട്ടാ. കാരണം ഞങ്ങൾ വൃത്തിയായിട്ട് കളിക്കാൻ ആകാംക്ഷയാണ്. അല്ല വൈചേട്ടൻ മുദ്രകളൊക്കെ കറക്റ്റ് ആയിരുന്നു. ഈ അരമണ്ടൽ ഒഴിക്കാൻ മാത്രമുള്ള ഒരു അല്ല അറിയാൻ പാടില്ല ഇത് എങ്ങനെ ഇരിക്കണമെന്ന്. ഉണ്ടായതുകൊണ്ടല്ല. ടൈം കാല് ചേർത്ത് വെക്കുക. രണ്ട് കാലും തിരിക്കുക. ഇങ്ങനെ ഓ ഇതാണല്ലേ നിവർന്ന് നിൽക്കുക. മാക്സിമം നിവർന്ന് നിൽക്കുക. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ നേരത്തെ എങ്ങാനും? ഇല്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? അതെ ഗൈസ് നമ്മുടെ കൊഞ്ച്. അല്ല അപ്പൊ താങ്ക് യു വളരെ സന്തോഷം. അയ്യോ വലിയ സന്തോഷം. നമ്മളെ പോലുള്ള ആളിനെയൊക്കെ ഇത് പഠിപ്പിക്കുക ഇത് സഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം. അല്ല പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ പറയാമല്ലോ നമുക്ക്. പറയാം ഇനി നമ്മൾ ആരെങ്കിലും ഡാൻസ് കളിക്കുമ്പോൾ ആരാ ടീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാലോ. താങ്ക് യു. ഓക്കെ താങ്ക്സ്. താങ്ക് യു താങ്ക് യു. ഇത് നമുക്ക് ഇത് ഇട്ടിട്ട് മതി. ഇല്ലെങ്കിൽ ആ കൊഞ്ചിന്റെ പരുവം പോകും. ഒരടപ്പ് വേണം. ഒരു അടപ്പോട്. അമ്പലപ്പുഴ തീരുന്നു. ഞങ്ങള് പോകുന്നു. ഇനി അടുത്തൊരാൾ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മിസ് ചെയ്യും ഞങ്ങളെ. എന്നാലും ഞങ്ങൾ വരാം. ഞങ്ങൾ വരാം. അമ്പലപ്പുഴ ഒരുമിച്ച് പാടാം. ആ തുടങ്ങിക്കോളൂ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതിരുന്നു. ഇനി ബാറ്റൻ ഞങ്ങൾ 2 പുലികൾക്ക് കൈമാറിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അതല്ല ഞാൻ ആലോചിച്ചതേ കടലിലെ സ്വന്തം
ഇണയോടൊപ്പമൊക്കെ വളരെ സന്തോഷവും സമാധാനത്തോടെ ജീവിച്ച ചെമ്മീനിനെ പിടിച്ച് കൊന്ന് അതിനെ മുളക് തേച്ച് വറുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അമ്പലപ്പുഴ വിശ്വാസമേ വിശ്വാസിയാണ് പോലും വിശ്വാസി. അതൊക്കെ പറഞ്ഞു കേട്ടാ. അല്ല കുഞ്ചു ഓർക്കുമ്പോ അമ്പലപ്പുഴ പാടാമോ? അങ്ങനെയാണ് എന്റെ പേര്. അതിന്റെ ഒരു അല്ല ഞങ്ങള് മൂടി വെച്ചിനേനു. അല്ല അല്ല മുടി വെച്ചിനെ ഭക്ഷണം അന്നം എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഇത് തന്ന ഈശ്വരനെ എല്ലാത്തിലും ഈശ്വരനെയാണ് ഞാൻ കാണുന്നത്. അല്ല ചേച്ചി ഇപ്പൊ ചെമ്മീൻ റെഡി ആയി കഴിഞ്ഞോ? ഈ ഈശ്വരനിലേക്ക് ഈ മുളക് ഈശ്വരനെ കരിയപ്പല ഈശ്വരനെ എപ്പോ ഇട്ട് നമ്മൾ ഇട്ടു. അതപ്പോ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പാട്ടൊക്കെ പാടിയില്ലായിരുന്നു? അയ്യോ ഞങ്ങൾ പാട്ട് പഠിച്ചിട്ട് പാടാനും പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും പാടിയേക്കല്ലേ? ക്ലാസിക്കലാണ്. ഞങ്ങളോട് ഹിന്ദോളം എടുക്കോ? എന്ത് ഒരാളി വേണമെങ്കിൽ ഞാൻ പാട്ടുകാരല്ലേ? ഒരൊറ്റ ചോദ്യം. ഒട്ടകത്തെ കെട്ടിക്കൊന്ന് ഇടുന്നുണ്ട്. ഏത് കർണാടക സംഗീത രാഗം? നീ പറയരുത്. ഏത് കർണാടക സംഗീത രാഗത്തിലാണ് AR റഹ്മാൻ ഒട്ടകത്തെ